ഒരു ക്രിസ്ത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഘോഷം ഈസ്റ്ററാണ്. കാരണം യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ക്രിസ്തീയ സഭ തന്നെ ഉണ്ടായത്. കൂടാതെ യഹൂദന്മാർ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിനമായ ശനിയാഴ്ചയാണ് ശബത്തായി ആചരിക്കുന്നത്. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിനമായ ഞായർ ക്രിസ്തീയ വിശ്വാസികൾ കർത്തൃദിനമായി ആചരിക്കുന്നു. ഇതിന് കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിനമായ ഒരു ഞായറാഴ്ചയായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോക ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഉളവാക്കിയത്. യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചത് ഒരു റോമൻ ഗവർണറായിരുന്നു. എന്നാൽ ഇന്ന് റോം സഭയുടെ വലിയൊരു ആസ്ഥാനമാണ്. ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭയെ ഇല്ലാതാക്കാൻ പല റോമൻ ചക്രവർത്തിമാരും ശ്രമിച്ചെങ്കിലും 3-ാം നൂറ്റാണ്ടിന് ശേഷം ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി മാറി. ഇതിന് പ്രധാന കാരണം അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉളവാക്കിയത്. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസും യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ചിതറിയോടിയ ശിഷ്യന്മാരും യേശുവിൻ്റെ സാക്ഷികളായി തീർന്നു. കൂടാതെ ലോകത്തിൻ്റെ അറ്റത്തോളം അവർ സുവിശേഷവാഹകരായി കടന്നുപോവുകയും അവരിൽ പലരും രക്തസാക്ഷികളാകുകയും ചെയ്തു. ഈസ്റ്റർ നൽകുന്ന ചില സന്ദേശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ഈസ്റ്റർ തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിൻ്റെ ആഘോഷമാണ്. ഈസ്റ്റർ തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിൻ്റെ ആഘോഷമാണ്. യേശുവിൻ്റെ എതിരാളികൾ യേശുവിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അതിനായി അവർ ഉപയോഗിച്ചത് തിന്മയുടെ മാർഗങ്ങളാണ്. യേശുവിൻ്റെ മേൽ രാജ്യദ്രോഹ കുറ്റം അടിച്ചേൽപ്പിക്കുകയും റോമൻ ഗവർണറായിരുന്ന പിലാത്തോസിനെ കൊണ്ട് ഏറ്റവും ഹീനവും വേദനാജനകവുമായ ക്രൂശീകരണം വിധിക്കുകയും ചെയ്തു. യേശുവിനെ പരിഹസിക്കുകയും ചാട്ടവാർ കൊണ്ട് അടിക്കുകയും തലയിൽ മുൾക്കിരീടം വയ്ക്കുകയും കുരിശ് ചുമപ്പിക്കുകയും ചെയ്തു. സത്യത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട് നല്ല വചനങ്ങൾ മാത്രം പഠിപ്പിക്കുകയാണ് യേശു ചെയ്തത്. എങ്കിലും അവൻ ധാരാളം ശത്രുക്കളുണ്ടായി. ഇതിന് കാരണം തിന്മ നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നും പലപ്പോഴും നന്മ ചെയ്താലും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം തിന്മയായിരിക്കും. പക്ഷേ യേശു നമുക്ക് വേണ്ടി സത്യത്തിന് വേണ്ടിയും മരണം വരെയും നിലകൊണ്ടു. യാതൊരു തിന്മശക്തിക്കും യേശുവിൻ്റെ ഉയർപ്പിനെ തടയാനായില്ല. ഇത് സൂചിപ്പിക്കുന്നത് അന്തിമ വിജയം എല്ലായ്പ്പോഴും നന്മയ്ക്കാണ് എന്നതാണ്. തിന്മ താൽക്കാലികമായി വിജയിക്കുമെന്ന് തോന്നിയാലും നന്മയ്ക്കായിരിക്കും അന്തിമ വിജയം. അതുകൊണ്ട് സത്യവും നന്മയും മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത, ഈസ്റ്റർ മരണത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ ആഘോഷം. ഈസ്റ്റർ മരണത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ ആഘോഷം. മനുഷ്യർ ഏറ്റവും ഭയക്കുന്ന യാഥാർത്ഥ്യം മരണമാണ്. എന്നാൽ മരണത്തിനപ്പുറം നിത്യജീവിതമുണ്ട് എന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ കാണിച്ചു തരുന്നു. ഒരാളെ കൊന്നതുകൊണ്ട് മാത്രം ആ വ്യക്തി അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. മരണത്തിന് പോലും ഒരു വ്യക്തിയെ അവസാനിപ്പിക്കാനാവില്ല. ഈ തിരിച്ചറിവ് ആദിമസഭയിലെ ക്രിസ്ത്യവിശ്വാസികൾക്ക് ഒരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് അവർ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായി. അതുകൊണ്ട് തന്നെ മരണത്തെ നാം ഭയക്കേണ്ട ആവശ്യമില്ല. നിത്യമായ ജീവിതത്തിന് മുന്നോടിയാണ് മരണമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ ചിന്ത, ഈസ്റ്റർ പ്രത്യാശയുടെ ആഘോഷമാണ്. ഈസ്റ്റർ പ്രത്യാശയുടെ ആഘോഷമാണ്. യേശുവിൻ്റെ അറസ്റ്റും ക്രൂശീകരണവും യേശുവിൻ്റെ ശിഷ്യന്മാരെയും അനുയായികളെയും നിരാശരാക്കി. യേശുവിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച അവരുടെ ഭാവി ചോദ്യചിഹ്നമായി തീർന്നു. കൂടാതെ രാജ്യദ്രോഹ കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അനുയായികൾ എന്ന ചീത്തപ്പേരും അവർക്ക് ലഭിച്ചു. യഹൂദ മതനേതൃത്വത്തെയും റോമൻ പടയാളികളെയും ഭയന്ന് അവർ ഒളിച്ചാണ് കഴിഞ്ഞത്. ഇതിലധികം നിരാശയുടെ അവസ്ഥയിലേക്ക് ഇനി പോകാനില്ല. എന്നാൽ ഈ അവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ഇത് അവരുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശ നൽകി. അവർ കൂടുതൽ ശക്തരും ആത്മധൈര്യവും ഉള്ളവരായി. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള നിരാശയുടെ അവസ്ഥയും മാറ്റുവാനും നമ്മുടെ ജീവിതം പ്രത്യാശയുള്ളതാക്കുവാനും ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ്. ഉയർത്തുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പ്രത്യാശയുള്ളതാക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും പ്രത്യാശയിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കുന്നു. ഈ കർത്താവ് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുന്നവനാണ്. എന്നാൽ കർത്താവ് വരുന്നത്
നമ്മെ ന്യായം വിധിക്കുവാനും കൂടിയാണ് എന്നുള്ള ഓർമ്മ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തിന്മകളെ ഉപേക്ഷിച്ച് പാപത്തെ വെടിഞ്ഞ് നിർമ്മലമായ ജീവിതം നമുക്ക് നയിക്കാം. ഈ കർത്താവ് വീണ്ടും വരുന്നു. കർത്താവിൻ്റെ വരവിനായി ഒരുക്കമുള്ള മണവാട്ടിയായി നമുക്ക് കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.